നമസ്കാരം, ഏവർക്കും സ്വാഗതം അമേരിക്കൻ കഫേയിലേക്ക്. 1191 ആണ്ട് ചിങ്ങം 1 നാട്ടിലൊക്കെ കേട്ടോ. അപ്പോൾ വറുതിയുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കർക്കടക മാസം കഴിഞ്ഞിട്ട് മലയാളികൾ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെയായ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം ഇനിയിപ്പോൾ ഇന്ന് പൂരം നാളാണ്, നാളെ അത്തമാണ്. അത്തം തൊട്ട് എല്ലാവരും പൂക്കളമിടുന്ന സമയമാണ്, പൂവിളികൾ കേൾക്കുന്ന സമയമാണ്. മലയാളികൾക്ക് ഏവർക്കും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഓണക്കാലം. നിറയെ പായസവും ഇഷ്ടമുള്ളവരെയൊക്കെ കാണുവാനും എല്ലാവരോടുമൊപ്പം സമയം ചെലവഴിക്കുവാനുമൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലും നമ്മളുടെ എല്ലാവരുടെയും കാലണ്ടറിലും കുറച്ച് ദിവസങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ഈ ഓണക്കാലത്തെ വരവേൽക്കുവാനായി ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നേരത്തെ തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് മനോഹരമായൊരു വർഷമാവട്ടെ നിങ്ങളുടെ ഏവരുടെയും എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായൊരു ഗാനത്തിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ലെറ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഫസ്റ്റ് ലെറ്റർ എടുത്തതിനൊരു പ്രത്യേകതയുണ്ട്. മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്ന എല്ലാ ലെറ്റേഴ്സിനോടും നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. മാത്രമല്ല ലെറ്ററിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്നതാണ്. ഓക്കെ. പൂവും പുഞ്ചിരിയും പുന്നെല്ലും നിറഞ്ഞെൻ്റെ ഗ്രാമം ചിരിച്ചിടും ഓണം. ഒരുമയും പെരുമയും ഒരുപാട് ഓർമ്മയും ഒളിമങ്ങാതെ ഓർക്കുമെൻ ഓണം. പട്ടും പുടവയും പാട്ടിൻ്റെ ഈണവും പുതുമോടിയേകുന്ന പൊന്നിൻ പുലരിയൻ ഓണം. ഈ കവിത എഴുതി അയച്ചിരിക്കുന്നത് വിഷ്ണു രാജാണ്, ഡെൻവർ, കൊളറാഡോ. കവിത നന്നായെങ്കിൽ പാട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ കവിത നന്നായിട്ടുണ്ട്. കവിത നന്നായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു പാട്ടും കാണണമെന്നാണ് തിരിച്ചു പറയാനുള്ളത്. നാട്ടിലായിരുന്നപ്പോൾ സ്ഥിരം വാരികയിലും പത്രങ്ങളിലുമൊക്കെ കൃതികൾ അയച്ചു കൊടുക്കുന്ന ഒരു കൗമാരമുണ്ടായിരുന്നു. ഹലോ, പോയോ? ഹലോ, പറഞ്ഞോളൂ. ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു ചിങ്ങം 1 ശേഷമുള്ള, അതായത് അത്തം 10 ആ ദിവസങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചതെന്നൊന്ന് പറയാൻ പറ്റുമോ? അപ്പൊ തീർച്ചയായിട്ടും ചിങ്ങം 1 മുതല് പിന്നെ ഊഞ്ഞാലിടുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഓണത്തിന്റെ പൂക്കളങ്ങൾ ഇടുക, എല്ലാം ചെയ്യുമായിരുന്നു. അവിടെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഓണപ്പൂക്കളം ഒക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്രമിക്കാറുണ്ടോ? ഇവിടെ ഓണപ്പൂക്കളമ ഇവിടെ ഇടാൻ വീട്ടിൽ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഓണപ്പൂക്കളങ്ങൾ ഇടുന്നത് കാണാൻ പോയിട്ടുണ്ട്. ഓക്കെ. മലയാളി അസോസിയേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അല്ലേ? അത് തന്നെ, മലയാളി അസോസിയേഷൻസ് ഓണപ്പൂക്കളങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഈ തിരുവോണത്തിന് നടത്തിയില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെയും ഈ ഓണത്തിന്റെ ആഘോഷങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യാറുണ്ട്. പൊതുവെ വിദേശ മലയാളികളുടെ ഓണാഘോഷം എന്ന് പറയുന്നത് തിരുവോണം കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു പറ്റിയൊരു അവധി ദിവസം നോക്കിയിട്ടാണല്ലോ. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണാം. ഇപ്പൊ ഓണാഘോഷത്തിനൊക്കെ നമ്മളിവിടെ ചില വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞ് ചിലപ്പോൾ 1 മാസത്തോളം നീണ്ടു നിന്നിട്ട് പല ഞായറാഴ്ച പലരുടേതായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവും, പല അസോസിയേഷൻസിന്റെ. അപ്പോൾ പറഞ്ഞു പറഞ്ഞതുപോലെ 1191 ചിങ്ങമാസം 1 തീയതിയിലെ നമ്മളുടെ 2ാമത്തെ കത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വായിക്കാം. Dear Anne, belated Independence Day wishes from Hazib Fayaz, Texas. I and my wife Shabina are physiotherapists, but she hasn't started her busy days here as she needs to finish her assessment. We are married for 2 years and we're in Australia for the first 14 months. അപ്പോൾ ഇവിടെ എത്തിയിട്ട് 6 മാസമായിട്ടുള്ളൂ അല്ലേ? Good. Since her brother Subaid and elder sister Suhana are settled here in US, it was more a decision for our wish to stay with our family rather than some adventurous desire that made us land in this place. Though we are strangers to this place, our family and friends makes us feel that we are not away from our homeland. Expecting you to play an interesting song for all of them. Regards, Hazib Fayaz and wife Shabina. ദൂരങ്ങൾ എവിടെയാണെങ്കിലും എത്ര ദൂരത്തായാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടാവുന്നത്, അത് പ്രത്യേകിച്ച് സുഹൃത്തുക്കളാണെങ്കിലും നമ്മളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒക്കെ തന്നെയാണെങ്കിലും ഉണ്ടാകുന്നത് നമുക്കൊരു സന്തോഷം മാത്രമല്ല, ഒരു സുരക്ഷിതത്വം കൂടെയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നമ്മൾ താമസിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മലയാളിയെ കണ്ടാൽ, അത് മലയാളം അറ്റപ്പറ്റ പെറുക്കി പറയാനറിയാവുന്നൊരു തമിഴിനെ കണ്ടാൽ പോലും പലപ്പോഴും നമുക്ക് സന്തോഷം തോന്നും. കാരണം നമ്മുടെ നാടായിട്ട് എന്തോ ഒരു വിദൂര ബന്ധമുണ്ടല്ലോ എന്നൊരു ആശ്വാസം.